പോലീസ് ഉദ്യോഗസ്ഥന് ഇവൾ പറയുന്നത് ശരിയാണെന്ന് നോക്കാൻ വേണ്ടി കാണണ്ടേ? അവൾ പറയുന്നത് അതാണ്, ആ പോലീസ് ഉദ്യോഗസ്ഥൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റതാണ്. ഞാൻ കൊണ്ടുവന്ന് തെളിവ് കൊടുത്തപ്പോൾ എൻ്റെ മുമ്പ് വെച്ച് സ്ക്രീനിലിട്ട് ഞാൻ പിറന്നപടി കിടക്കുന്ന മുഴുവൻ സാധനവും ആ ഏമാൻ കണ്ടു. വലിയ വലിയ ഏമാന്മാർ പിന്നിലുള്ളതിനാലാണ് നീ കേസ് കൊട് എന്ന് സംവിധായിക പറയുന്നത് എന്നാണ് ഖദീജ പറയുന്നത്. കേസ് കൊടുത്ത് കോടതിയിലെത്തി വിധി പറഞ്ഞ് വരുമ്പോൾ വർഷമാവും ഇല്ലേ? ഒരു നമ്മൾ കേസ് കൊണ്ടുകൊടുത്ത് സൈബർ കേസിൽ നിന്ന് അന്വേഷണം, തെളിവെടുപ്പ്, കുന്തം കുടച്ചക്രമൊക്കെ കഴിഞ്ഞ് അത് കോടതി വന്ന് കോടതിയിൽ ആദ്യം വിളിച്ച്, ഞാനിപ്പോൾ കുറേ അനുഭവിച്ചുകൊണ്ട് എനിക്കറിയാം. അപ്പോൾ ഇത് വർഷക്കണക്കിന് പോകും. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞ ശേഷം ഖദീജയുടെ 4 മക്കളും കെട്ടുപ്രായമൊക്കെ ആകുമ്പോഴായിരിക്കും വിധി വരണേ. അപ്പോൾ കോടതി പറയാണ് സ്റ്റോപ്പ്, ഇത് നിർത്തൂ എന്ന് പറഞ്ഞാൽ സംവിധായകൻ നിർത്തും. അതിനിടയിൽ അവൾ പാൽപ്പായസത്തിൽ നിന്ന് മിനിമം ഒരു 2 കോടി രൂപ ഉണ്ടാക്കും. അപ്പോൾ അതും ഖദീജയ്ക്ക് അറിയാം. ഇതിങ്ങനെ വർഷങ്ങളായാൽ എൻ്റെ പിള്ളേരെല്ലാം തലയെടുത്ത് കഴിഞ്ഞാലേ വിധി വരുള്ളൂ. അങ്ങനെ വിധി വരുമ്പം കോടതി പറയാണ് നിർത്താൻ പറഞ്ഞാൽ അങ്ങനെ കോടികൾ പോക്കറ്റിലാക്കിയിട്ട് ഞാൻ ഇതാ കേസ് നിർത്തി എന്ന് പറഞ്ഞാൽ കടിച്ചതും പോവും പിടിച്ചതും പോകും എന്നുള്ള കാര്യവും ഖദീജയ്ക്കറിയാം. ജപ്പാനിൽ ഒരു വിവരമാണ്, ഒരു പുതിയ വിവരമാണ്. ജപ്പാനിൽ അശ്ലീല വീഡിയോ ഷൂട്ട് ചെയ്യാൻ ആണുങ്ങളെ കിട്ടുന്നില്ല, പെണ്ണുങ്ങളെ ഇഷ്ടം പോലെ കിട്ടുന്നു, പക്ഷേ പുരുഷന്മാരെ കിട്ടുന്നില്ല എന്നുള്ളൊരു വാർത്ത കേൾക്കുന്നു. ഇത് കാണുന്ന, ഇതിൽ അഭിനയിക്കാൻ പ്രകമ്പനം കൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കേട്ടോളൂ. ആ സംവിധായക തന്നെ പറയുന്നു, പാൽപ്പായസം ഇത്രയും വിവാദമായപ്പോൾ 100 കണക്കിന് ചെറുപ്പക്കാരാണെന്ന്, ആൺകുട്ടികളും പെൺകുട്ടികളും ഞാൻ റെഡി എന്ന് പറഞ്ഞ് വരുന്നത്. പഠിക്കാൻ പോകുന്ന കുട്ടികളായതുകൊണ്ടാണ് ഞാൻ ഉപയോഗിക്കാത്തതെന്ന് പറയുന്നു. അങ്ങനെ ആവേശം കൊണ്ട് കിടക്കുന്ന പിള്ളേരുണ്ടെങ്കിൽ ജപ്പാനിലോട്ട് ചെല്ലുക കേട്ടോ, നല്ല കാശ് കിട്ടും. ഇവിടെ അഭിനയിച്ചവർക്കൊക്കെ ജപ്പാനിലേക്ക് പോകാനൊരു വിസ കിട്ടിയാൽ രക്ഷപ്പെടാമെന്നാണ് ഞാൻ പറയുന്നത്. നായിക കൂടുതൽ ഇൻവോൾവ് ചെയ്തപ്പോൾ കൺട്രോൾ ചെയ്യാൻ ഞാൻ പറഞ്ഞു. ആര്? നായകൻ പറയുക. എന്തെല്ലാം കോമഡികളെന്ന് ആലോചിച്ചു. ഈ പരാതി പറയുന്ന നായിക ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കാൻ കൂടുതൽ ഇൻവോൾവ് ചെയ്യുന്നു, അതായത് അവനെ കൂടുതൽ കയറി പിടിക്കുന്നു. അപ്പോൾ നിങ്ങളൊന്ന് കൺട്രോൾ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഒരു കൺട്രോളും ഇല്ലാതെ സാരമില്ല താങ്കൾ നന്നായി ചെയ്തോ എന്നാണ് നായിക എന്നോട് പറഞ്ഞതെന്നാണ് നായകൻ പറയണേ. എൻ്റെ അനിയൻ വീട്ടിൽ ചെല്ലണ്ട എന്ന് പറഞ്ഞു സാറേ എന്ന് പറഞ്ഞിട്ട് ഈ നായകൻ, കൺട്രോൾ പോയ നായകൻ ഒരൊറ്റ കരച്ചിലാണ്. ഏതൊക്കെ സീരിയലുണ്ടെന്ന് പറയുന്നത് എനിക്കറിയില്ല, ഒരൊറ്റ കരച്ചിലാവൻ. അതും വീഡിയോ ഉണ്ട്. എൻ്റെ ഈ കൺട്രോൾ ഇല്ലാതെ ഈ നായിക അഭിനയിപ്പിച്ച് ഞാനും കൺട്രോൾ പോയി, എല്ലാ കൺട്രോളും പോയത് ക്യാമറയിൽ ചിത്രീകരിച്ച് നാട്ടുകാർ മുഴുവൻ കണ്ടപ്പോൾ എൻ്റെ അനിയൻ പറയുകയാണ് വീട്ടിലോട്ട് വരണ്ട എന്ന് പറയുന്നു സാറേ എന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ പൊട്ടി കരച്ചിലാണ് ആ പയ്യൻ. മറ്റൊരു നായിക ഞാൻ നേരത്തെ പറഞ്ഞത് ജിമ്മിലൊക്കെ പോയവൻ, അവനെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആറ്റിങ്ങക്കാരനാണ് അവൻ. വളരെ കൂളായിട്ട് മിഥുനത്തിൽ ഇന്നസെൻ്റ് ഇരിക്കുമ്പോൾ ഇങ്ങനെ കൂളായിട്ടിരിക്കുന്നു, താടിയൊക്കെ വെച്ച് നല്ല താടി. അവൻ പറയുകയാണ് ഇപ്പോഴല്ലേ സാറേ ഇതൊക്കെ ചെയ്യാൻ പറ്റും, ഇതൊരു ത്രില്ല് ഉള്ള പണിയല്ലേ സാറേ, ഞാനെന്തും ചാടിക്കയറി ഏക്ക് സാറേ. 18+ പ്രേക്ഷകരാണ് ഇതിനുള്ളത്. മിസ്റ്റർ തിരുവനന്തപുരം ആയിരുന്നു, പിന്നെ മിസ്റ്റർ ആറ്റിങ്ങിലും ആയിരുന്നു ഞാൻ. ആലോചിച്ച് നോക്കി. യസ്മ കണ്ടു, എനിക്കിഷ്ടമായി സാറേ, എൻ്റെ അഭിനയം എനിക്കിഷ്ടമായി. എൻ്റെ നാട്ടുകാർക്കറിയാം, എൻ്റെ വീട്ടുകാർക്കറിയാം, ഒരു പ്രശ്നവുമില്ല. ഇനി വേണമെങ്കിൽ യസ്മയല്ല, ഇനി ഒരു 100 പടത്തിന് വിളിച്ചാലും ഞാൻ തുണിയില്ലാതെ അഭിനയിക്കാൻ തയ്യാറെന്നാണ് ആ പയ്യൻ പറയുന്നത്. റൂമിൽ 4-5 പേര് നിൽക്കുമ്പോൾ എങ്ങനെ സാറേ ഒറിജിനാലിറ്റി പറഞ്ഞത്? ആക്ടിങ്ങാണ് ഇത്, വെറും ആക്ടിങ്ങാണ് സാറേ. ഏതൊക്കെയോ ശരീരഭാഗങ്ങളിൽ സ്പർശിച്ചു, അത്രയേ ഉള്ളൂ എന്നാണ് അവൻ പറയണത്. സച്ചിൻ എന്നാണ് പയ്യൻ്റെ പേര്. യസ്മ സീരിയലിൽ കഥയില്ലല്ലോ എന്ന് ചോദ്യം. അപ്പോൾ അവൻ്റെ മറു ചോദ്യം, കഥയെന്തിന്? 18+ ഉള്ള പിള്ളേർക്ക് വേണ്ടിയല്ലേ കാണിക്കുന്നത്, അതിൽ കഥ വേണ്ട സാറേ, അതിൽ കാഴ്ച മതി എന്നാണ് അവന് പറഞ്ഞത്. ഞാൻ എൻ്റെ ഇഷ്ടത്തിനാണ് ചെയ്യണത്. ഇടയ്ക്ക് സംവിധായികയും അതിൻ്റെ കോർഡിനേറ്ററൊക്കെ നിന്ന് പറഞ്ഞു തരും, അവിടെ പിടി ഇവിടെ പിടി എന്നൊക്കെ പറയുമ്പോൾ ഞാൻ അതും ചെയ്യും. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു സാറേ. ഏറ്റവും വലിയൊരു തമാശ എന്താണെന്ന് വെച്ചാൽ, ഇവ ആറ്റിങ്ങിൽ എവിടെയെങ്കിലും നിൽക്കുമ്പോഴേ, ബസ് സ്റ്റാൻഡിലോ എവിടെയെങ്കിലും നിൽക്കുമ്പോൾ ഓരോരുത്തരും ചോദിക്കുന്നത് പാൽപ്പായസത്തിൻ്റെ പുതിയതെന്നാ ഇറങ്ങണമെന്ന്. അവ അഭിമാനത്തോടെ പറയുകയാണ് ഈ സച്ചിൻ, പാൽപ്പായസത്തിൻ്റെ പുതിയതെന്നാ ഇറങ്ങുന്നതെന്നാണ് എല്ലാവരും ചോദിക്കുന്നതെന്നാണ് 25 വയസ്സുകാരൻ സച്ചിൻ പറയുന്നത്. എൻ്റെ പൊന്നു സച്ചിനെ, നിനക്ക് 25 വയസ്സേ ആയുള്ളൂ, നീ ഒരു 5 വയസ്സുകൂടെയൊക്കെ കഴിഞ്ഞ് കല്യാണമൊക്കെ കഴിച്ച് 2 ആൺപിള്ളേരൊക്കെ ആയി, അവരൊരു 10-18 വയസ്സായി സ്കൂളിൽ പോകുമ്പോഴാണ് സച്ചിൻ പ്രശ്നം. കൂട്ടുകാർ പറയും, എടാ നിൻ്റെ അച്ഛൻ്റെ 100 മണിയൊന്നും ഇല്ലാത്ത ഒരു സാധനം ഞങ്ങളെ വീട്ടിലെല്ലാവരും കണ്ടിട്ടുണ്ട് കേട്ടോ, നിൻ്റെ അച്ഛൻ ഇങ്ങനെയാണോ പണി, ഇതാണ് നിൻ്റെ അച്ഛൻ്റെ ജോലി എന്ന് കേൾക്കുമ്പോഴാണ് സച്ചിനെ നിൻ്റെ കണ്ണിൽ കണ്ണീര് വരാൻ പോകുന്നത്. അതുപോട്ടെ, സിൽക്ക് സ്മിത ഒരു സങ്കല്പമല്ലേ എന്നാണ് അവൻ ചോദിക്കുന്നത്. അതുപോലെ ഏതവസരം വന്നാലും ഞാനും കൈനീട്ടി സ്വീകരിക്കും. 10 മിനിറ്റ് കഥ, 15 മിനിറ്റ് 18+. അവൻ പറയുക 10 മിനിറ്റ് കഥ, എന്തോന്ന് കഥ, ഒരു കഥയും ഇല്ല. 15 മിനിറ്റ് 18+. വീക്കിലി വൺസാണ്. കേരളത്തിൽ നന്നായി ഓടും സാറേ.
മനുഷ്യൻ ആസ്വദിക്കാനുള്ളതാണ് സെക്സ്. അവൻ കുറേ ആളുകൾ തത്വചിന്താപരമായൊക്കെ സംസാരിക്കുന്നു. കേരളത്തിൽ ഒരുത്തി കുളിക്കുന്നതിൻ്റെ ഒരു സ്റ്റിൽ ഫോട്ടോ കാണാൻ 500 രൂപ അവളെ അക്കൗണ്ട് ഇട്ടാലേ കാണാൻ പറ്റുള്ളൂ സാറേ. അറിയാമോ നിങ്ങൾക്ക്? ചുംബന സമരത്തിലെ നായിക എറണാകുളത്തുള്ളൊരു സ്ത്രീ ഇല്ലേ, സിഗരറ്റൊക്കെ വലിച്ച് ഫേസ്ബുക്കിലൊക്കെ ഫോട്ടോ ഇടുന്ന, അവിടെ ഇവിടെയൊക്കെ തുറന്ന് കാണിച്ചൊക്കെ ലൈവിലൊക്കെ ഇരിക്കുന്ന ഒരു പെണ്ണുപിള്ളയുണ്ട്. ആ പെണ്ണുപിള്ള കുളിക്കുന്ന ഒരു പടം കാണാൻ, ഒരു സ്റ്റില്ല് കാണാൻ 500 രൂപയാണ്. മണ്ടന്മാരെ 500 രൂപ ഇട്ടിട്ടാണെന്ന് ഈ പെണ്ണിൻ്റെ സ്റ്റില്ല് കാണുന്നത്. നമുക്കിതൊന്നും ശീലമില്ലാത്തതുകൊണ്ട് അറിഞ്ഞൂടാ. ഈ സച്ചിൻ പറയുന്നതാണ്, കേരളത്തിൽ ഒരുത്തി കുളിക്കുന്നത് കാണാൻ 500 രൂപയാണ്. പാൽപ്പായസത്തിൻ്റെ ഇത് കണ്ടാൽ, പാൽപ്പായസം നമ്മൾ നന്നായിട്ട് കണ്ടാൽ നല്ല എക്സ്പ്രഷനുകളുണ്ട് സാറേ ഞങ്ങളുടെ. അപ്പോൾ ഈ ഖദീജ പറയുന്നത് ഗുണ്ടകളാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. ഉറപ്പായിരിക്കും ഇങ്ങനെയുള്ള സെറ്റപ്പിലെടുക്കുന്ന സാധനങ്ങൾക്കൊക്കെ ഗുണ്ടകളുടെ ബാക്കിംഗ് വേണം. കാരണം നിന്നെയൊക്കെ പോലെ വാക്ക് പറഞ്ഞ് എഗ്രിമെൻ്റൊക്കെ വെച്ചിട്ട് കാല് വാരിയാൽ ഇടിയൊക്കെ തരാനും, ചിത്രീകരിക്കുന്നതിനിടയിൽ വാഴത്തോട്ടത്തിൽ എന്തോ കുലുങ്ങുന്നല്ലോ എന്ന് പറഞ്ഞ് വല്ലവനും വന്ന് നോക്കാൻ വരണമെങ്കിൽ പോടാ എന്ന് പറഞ്ഞ് ഓടിക്കാനൊക്കെ ഗുണ്ടകളെ ആവശ്യം കാണുമായിരിക്കും. ഇതൊരു പുരുഷ സംവിധായകനായിരുന്നേൽ എന്താകുമായിരുന്നു എന്ന് ഒരു പ്രേക്ഷകൻ ചോദിക്കുന്നു. അകത്തായനെ ഉറപ്പല്ലേ? പാൽപ്പായസം സംവിധാനം ചെയ്തത് ഒരു പുരുഷനായിരുന്നു, ഇപ്പോൾ അവൻ എണ്ണി അകത്ത് കിടന്നേനെ എന്നുള്ള കാര്യം ഉറപ്പാണ്. പാൽപ്പായസം 3 എന്ന് വരും എന്നാണ് വേറൊരുത്തൻ ചോദിക്കുന്നത്. ന്യൂഡിറ്റി എത്ര ഭംഗിയായി പറയുന്നു എന്നൊരുത്തൻ പറയുന്നത് അത് സത്യമാണ് കേട്ടോ. അത് ഞാൻ തീർച്ചയായിട്ടും ഞാൻ സമ്മതിക്കും. ക്യാമറ മുന്നിലും പുറകിലൊക്കെ വെച്ചിട്ട് വളരെ രസമായിട്ട് വിഷ്വൽ ഷൂട്ട് ചെയ്യുക മാത്രമല്ല, അത് 25 ഫ്രെയിം എന്നുള്ളതിനെ കൂട്ടി സ്ലോ മോഷനിലൊക്കെ ആക്കിയിട്ട് നല്ല രസകരമായി എഡിറ്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലും നിനക്ക് ബ്രാക്കറ്റിൽ സംവിധായകയ്ക്ക് അഭിനയിക്കാമായിരുന്നില്ലേ? ആർക്കും കാശും കൊടുക്കണ്ട, കേസും വരില്ല എന്ന് പറയുന്നു. ഈ സംവിധായികയുടെ ഫേസ്ബുക്കിൽ അവരുടെ ബയോഡാറ്റ ഇട്ടിരിക്കുന്നതിൽ ഒരു ഫോട്ടോ നല്ല മുലക്കച്ചയൊക്കെ കിട്ടി ഓണത്തിനോ എന്തോ എടുത്തൊരു പടമാണ്. എന്തിലോ അഭിനയിച്ചതായിരിക്കണം. മനോഹരമായ സുന്ദരിയായ പെൺകുട്ടിയാണ് സംവിധായിക. അതുകൊണ്ട് തന്നെ ഈ പ്രേക്ഷകൻ ചോദിച്ച ചോദ്യം തെറ്റൊന്നുമില്ല. ഈ വഴക്കിനും വക്കാനത്തിനും പോകണ്ടായിരുന്നു, സംവിധായിക തന്നെ അങ്ങ് അഭിനയിച്ചാൽ മതിയായിരുന്നു. ഇതിനേക്കാളും ഭംഗിയുള്ള പെൺകുട്ടിയല്ലേ? അതാണ് ഒരാൾ ചോദിക്കുന്നത്. വാഴത്തോട്ടത്തിൽ കിടന്ന് കാണിച്ചപ്പോൾ അറിയില്ലേ കൊച്ചുകുട്ടിയാ, 4 പെറ്റവൊക്കെ ഒന്നും അറിഞ്ഞൂടെ, എവള് കൊച്ചുകുട്ടിയാണോ സാറേ എന്ന് വേറൊരു പ്രേക്ഷകൻ ചോദിക്കുന്നു. 6 പടം ചെയ്തവളാണ് ഞാൻ, എന്തിനാ എവള് കയറിയത്? ഞാൻ 6 പടം സംവിധാനം ചെയ്തതാണ്. ആ 6 പടത്തിൽ ഞാൻ വിളിച്ച ഒരാളും പരാതി പറഞ്ഞില്ല, എവളല്ലാതെ ആരും പറഞ്ഞില്ല എന്നാണ് പറയുന്നത്. തലേ ദിവസം സ്ക്രിപ്റ്റ് തന്നു, ഇത്ര % ന്യൂഡിറ്റി എന്ന് മുൻകൂട്ടി പറഞ്ഞു എന്നാണ് ആദിത്യ പറയുന്നത്. ആദിത്യ എന്നാണ് നടൻ പറയുന്നത്. ഷൂട്ടിംഗ് നഷ്ടമായ 7 ലക്ഷം വച്ചിട്ട് പോകാൻ ലക്ഷ്മി ദീപ്ത നായികയോട് പറഞ്ഞു. വാഴത്തോട്ടത്തിൽ ഒരു ബുദ്ധിമുട്ടും ഈ നടി കാണിച്ചില്ല. ബിഹൈൻഡ് ദ സ്ക്രീൻ ചിത്രീകരിച്ചത് ഞങ്ങൾ കോടതി കൊടുക്കും. വാഴത്തോട്ടത്തിൽ 2 ക്യാമറ വെച്ച് ഇത് ഷൂട്ട് ചെയ്യുന്നതിനിടയിൽ ഫോണിലോ എന്തോ ബിഹൈൻഡ് ദ ക്യാമറയുടെ പുറകിൽ നിന്ന് ഈ വിഷ്വലെല്ലാം ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ആ ഷൂട്ടിങ്ങിലൊന്നും ഈ നടി ഒരു തടസ്സവും പറയാത്തതിൻ്റെ എല്ലാ വിഷ്വലും ഞങ്ങളിലുണ്ട്, ഞങ്ങളത് കോടതി കൊടുത്തോളാം എന്നാണ് അവർ പറയുന്നത്. പാൽപ്പായസം ഹിറ്റാകും എന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു എന്ന് ലക്ഷ്മി ദീപ്ത പറയുന്നു. അതുമാത്രമല്ല, ഈ വിവാദം ഉണ്ടായപ്പോഴും ഈ സംവിധായിക വളരെ മിതത്വത്തോടെയാണ് സംസാരിക്കുന്നത്. അവർ പറയുന്നത് ആ കുട്ടി രക്ഷപ്പെടട്ടെ എന്ന് വിചാരിച്ചു. ലക്ഷ്മി ദീപ്തയെക്കാളും വയസ്സ് വരുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം 4 പിറണമെങ്കിൽ ഇത്തിരി വയസ്സ് വേണമല്ലോ അല്ലേ, ഒരു 10-30 വയസ്സെങ്കിലും വേണ്ടേ. പക്ഷേ ലക്ഷ്മി ദീപ്ത പറയുന്നത് ആ കുട്ടി എന്നാണ്, ഇളയതുപോലെയാണ് പറയുന്നത്. രക്ഷപ്പെടട്ടെ എന്ന് ഞാൻ കരുതി. കമ്പനി പാർട്ട്നേഴ്സ് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അതോ നിങ്ങൾ മാത്രമേ ഉള്ളൂന്നല്ല, ഞാൻ MD ആണ്, പക്ഷേ വേറെ 7 പേർ ഇതിൽ പൈസ മുടക്കിയിട്ടുണ്ട്. എല്ലാവർക്കും 4 ഇരട്ടി പേയ്മെൻറ്റാണ്. അതായത് ഇപ്പോൾ ഒരു സീരിയലിൽ അഭിനയിക്കാൻ പോയാൽ ഒരു ദിവസം മുഴുവൻ കഷ്ടപ്പെട്ടാൽ ഒരു 15 സീനിൽ അഭിനയിച്ചാൽ കിട്ടുന്നത് 10,000 രൂപയാണെങ്കിൽ ഞങ്ങൾ ഈ പറഞ്ഞ പുരുഷന്മാർക്കെല്ലാം 40,000 രൂപയും നടിക്ക് അതിൽ കൂടുതലും കൊടുത്തിട്ടുണ്ട് എന്നാണ് ലക്ഷ്മി ദീപ്ത പറയുന്നത്. 4 ഇരട്ടി കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നു. 3 പേരുടെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കോർഡിനേഴ്സ് വഴിയാണ് ഗുഡ് ലുക്കുള്ള ആളുകളെ തരുന്നത്. അതൊരു രാജേഷ് എന്ന് പറഞ്ഞ ആളാണ് ഞങ്ങൾക്ക് ഈ ഗുഡ് ലുക്കുള്ള ആളുകളൊക്കെ കൊണ്ട് തരുന്നത്. എൻ്റെ സ്റ്റോറിക്കുള്ള ഉള്ള ഭംഗി ഈ പറഞ്ഞ വിവാദം ഉണ്ടാക്കിയ ഖദീജയ്ക്ക് ഇല്ല എന്ന് ഞാൻ പറയുകയും എന്നാലും ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ അവരെ അഭിനയിപ്പിക്കുകയാണ് ചെയ്തത്. ആദ്യം ഞാൻ ഇവരെ പറ്റില്ല എന്ന് തീർത്ത് പറഞ്ഞാണ്. കാരണം എൻ്റെ സ്റ്റോറിയിൽ എൻ്റെ മനസ്സിലുള്ള സ്റ്റോറി എന്ന് പറഞ്ഞാൽ ഈ ബ്ലൂ ഫിലിം എടുക്കാനുള്ള മേനിക്കൊഴുപ്പില്ല എന്ന് ഞാൻ പറഞ്ഞതാണ്. അതിനെ ഭംഗിയായിട്ട് പറയുകയാണ്, എൻ്റെ സ്റ്റോറിക്കുള്ള ഭംഗിയില്ല എന്നിട്ടും പോട്ടെ എന്ന് വെച്ചാണ് ഞാൻ ചെയ്തത്. 90% ന്യൂഡിറ്റി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഷർട്ട് മാത്രമുള്ള ഒരു സ്റ്റില്ലാണ് എന്നെ കൊണ്ടുവന്ന് കാണിച്ചത്. 40,000 രൂപ എന്നത് 1 ലക്ഷം തരണം എന്ന് പറഞ്ഞു. എന്നാൽ ഞാൻ പിറന്ന പടി കിടന്നു തരാമെന്ന് പറഞ്ഞു. 1 ലക്ഷത്തിന് സമ്മതിച്ചാണ് അഭിനയിച്ചത്. സെൻസർ നിയമം അനുസരിച്ച് ന്യൂഡിറ്റി എടുക്കാനാവും. ഇത്രയും 10-40 വർഷം സിനിമയിൽ നിന്നിട്ട് ഈ മണ്ടനായ ഞാനിത് അറിഞ്ഞിട്ടില്ല. സെക്സിന് സെൻസർ ബോർഡ് എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷേ അവർ പറയുന്നതിൽ കള്ളമുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നത്, വെബ് സീരിയലിൽ സെൻസർ ചെയ്യുന്നില്ലല്ലോ, ടെലിഫിലിമുകൾ സെൻസർ ചെയ്യുന്നില്ലല്ലോ,
യൂട്യൂബിൽ ഇടുന്ന ഒരു സാധനവും സെൻസർ ചെയ്യുന്നില്ല. അപ്പോൾ യൂട്യൂബിൽ പക്ഷേ ഈ സെക്സ് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ അവർ മറ്റേ OTT പ്ലാറ്റ്ഫോമിൽ ഇടുന്നതിന് സെൻസർ വേണ്ട. അതിൽ തുടക്കം മുതൽ ഞാൻ പറഞ്ഞില്ലായിരുന്നു, ഓണത്തിന് 3 പെമ്പിളരും 3 ചെറുക്കന്മാരും കൂടി ഇരുന്ന് കലുങ്കിലിരുന്ന് പരസ്യമായി വെള്ളം അടിക്കുന്നതിൻ്റെ താഴെ ഒന്നും എഴുതി കാണിക്കുന്നില്ല, കിളവന്മാർ വെള്ളം അടിക്കുന്നതിലും കാണിക്കുന്നില്ല. അപ്പോൾ അത് ഈ OTT പ്ലാറ്റ്ഫോമിലാകുമ്പോൾ അങ്ങനെ ഒരു ഗുണമുണ്ടെന്ന് തോന്നുന്നു. സർക്കാർ എത്രയും പെട്ടെന്ന് നിയമം മാറ്റിയില്ലെങ്കിൽ ഇവിടെ കേരളം മുഴുവൻ പാൽപ്പായസം ഒഴിവെന്നുള്ളതാണ് സത്യം. ഇത്ര കാണിച്ചാൽ മതിയെന്ന് പറഞ്ഞു, കാണിച്ചു. സെക്കൻഡ് പാർട്ടിൽ അഭിനയിക്കാതെ മുങ്ങാതിരിക്കാൻ വേണ്ടിയാണ് എഗ്രിമെൻറ്റ് വയ്ക്കുന്നത്. അതായത് 1ാം ഭാഗം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ തുടർച്ച 2ാം ഭാഗം ഒരാഴ്ച പോലും കഴിഞ്ഞ് എടുക്കുമ്പോൾ മുങ്ങാതിരിക്കാനാണ് ഞങ്ങൾ എഗ്രിമെൻറ്റ് ഇരിക്കുന്നത്. അല്ല, ഞങ്ങൾക്ക് എഗ്രിമെൻ്റ് ഒന്നും ആവശ്യമില്ല എന്നാണ് പറയുന്നത്. കാസ്റ്റിംഗ് ഡയറക്ടർ എന്ന് വന്ന ഒരു സിറാജാണ്. ചിലപ്പോൾ 5 നേരം നിസ്കരിക്കുന്ന ഒരു മഹാനായിരിക്കും ഇതിൻ്റെ കാസ്റ്റിംഗ് ഡയറക്ടർ. കണ്ടൻറ്റോ ക്യാമറ വയ്ക്കുന്നത് എവിടെയോ എന്ന് ഞങ്ങൾ പറയില്ല, 2 ക്യാമറ കൊണ്ട് ഷൂട്ട് ചെയ്യും. ഡ്രസ്സ് ഞങ്ങൾ പറയുന്നത് ഇടണം, ഇതാണ് എഗ്രിമെൻറ്റ്. ഡ്രസ്സ് ഇടണ്ടല്ലോ, ഡ്രസ്സ് ഞങ്ങൾ പറയുന്നത് ഇടണമെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇട്ടതിനെ ഊരാൻ സമ്മതിക്കണമെന്നായിരിക്കും എഗ്രിമെൻറ്റിൽ എഴുതാൻ പോണേ. കണ്ടൻറ്റ് എഗ്രിമെൻറ്റ് വയ്ക്കില്ല, അത് ആരും വയ്ക്കാറില്ല. മാസം ഞങ്ങൾ 4 സീരിയലുകൾ എടുക്കും, 4 എപ്പിസോഡ് എടുക്കുമെന്ന് പറഞ്ഞാൽ മതി. ലക്ഷ്മി എന്നോട് നന്നായി സംസാരിച്ചു, നഗ്നയാക്കി ഭീഷണിപ്പെടുത്തി. നന്നായിട്ട് സംസാരിച്ചു എന്ന് പറഞ്ഞിട്ട് അതേ വാണ്ട് പറയാം, നഗ്നയാക്കി എന്നെ ഭീഷണിപ്പെടുത്തി. കോളേജ് പിള്ളേർ അഭിനയിക്കാൻ റെഡിയായി വന്നു, ഇത് അഭിനയിക്കാൻ ഞങ്ങൾ റെഡിയാണെന്ന് പറഞ്ഞു വന്നു. പക്ഷേ ഞാൻ പറഞ്ഞു വിട്ടു എന്നാണ് സംവിധായകൻ പറയുന്നത്. ആ മാന്യത അവർ കാണിച്ചു. നിങ്ങൾ കൊച്ചു പിള്ളേരാണ്, നിങ്ങൾ അങ്ങനെ ഇതിലൊന്നും അഭിനയിക്കാൻ പറ്റിയ ആളുകളല്ല എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു വിട്ടു എന്ന് പറയുന്നു. ഭർത്താവിൻ്റെ സമ്മതത്തോടെയാണ് അഭിനയിക്കാൻ വന്നത് എന്നാണ് എന്നോട് പറഞ്ഞതെന്ന് സംവിധായകൻ പറയുന്നു. 1ാം ക്ലാസ്സിൽ പോലും പഠിച്ചിട്ടില്ല, അൾട്രാ മോഡേൺ ഡ്രസ്സ് ഇട്ട് വാ തുറന്നാൽ ഇംഗ്ലീഷും ഭീഷണിയുമാണ് ഈ ഖദീജ കുട്ടി നടത്തുന്നതെന്നാണ് സംവിധായകൻ പറയുന്നത്. ഞങ്ങൾ ഭീഷണിപ്പെടുത്തിയിട്ടില്ല. ബിഹൈൻഡ് ക്യാമറയിൽ ഞങ്ങൾ ഇതെല്ലാം ഷൂട്ട് ചെയ്തിട്ടുണ്ട്. കമ്പനിക്ക് ലീഗൽ അഡ്വൈസറുണ്ട്, അദ്ദേഹമാണ് എഗ്രിമെൻറ്റ് തയ്യാറാക്കിയത്. ക്യാമറാമാൻ 2 ക്യാമറ വെച്ച് ഉപയോഗിക്കുന്നുണ്ട്. 2 ക്യാമറാമാൻമാർ, സംവിധായിക, അവരുടെ 2 അസിസ്റ്റൻറ്റുമാർ, ഫോട്ടോ എടുക്കുന്ന സ്റ്റിൽ ഫോട്ടോഗ്രാഫർ, പിന്നെ ക്യാമറയുടെ അസിസ്റ്റന്റ്മാർ, എല്ലാവരും കൂടെ ചേർത്ത് ഒരു 10 പേർക്ക് താഴെയുള്ള യൂണിറ്റാണ് ഈ ന്യൂഡ് മുഴുവൻ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ഇത്രയും പേരേ ഉള്ളൂ ഞങ്ങളുടെ ക്രൂവിലെന്നാണ് അവർ പറയുന്നത്. മോളിവുഡ് ഡയറി മൂവീസ് ഒരു ബിസിനസ് സ്ഥാപനമാണ്, സക്സസ് ആക്കാനാണ് സെക്സ് ഉപയോഗിക്കുന്നത്. ഒന്നും അവർ ഒളിച്ചു വയ്ക്കുന്നില്ല. ഞാൻ ഉദാത്തമായി അടൂർ ഗോപാലകൃഷ്ണൻ എടുക്കുന്ന സ്റ്റൈലിലുള്ള സിനിമയാണ് ഞാൻ എടുക്കുന്നതെന്നൊന്നും ലക്ഷ്മി ദീപ്ത പറയുന്നില്ല. ഞങ്ങൾ എടുക്കുന്നത് സക്സസ് ആക്കാനാണ് സെക്സ് ഉപയോഗിക്കുന്നത്. ഉല്ലു, ജില്ലു, ACT ബാലാജി മുതലായ കുറേ ഇത്തരം ചാനലുകളുണ്ട് മറ്റ് ഭാഷകളിൽ. അതൊക്കെ കയറി കണ്ടിട്ടാണ് മലയാളത്തിൽ തുടക്കമിട്ടത്. റിസർച്ച് ചെയ്തു ഈ ചാനലുകളെക്കുറിച്ച്. എന്ത് റിസർച്ച് ചെയ്യാൻ? തുണി കൊടുക്കാതെ അഭിനയിക്കാൻ ഒരു ആണിനെയും പെണ്ണിനെയും കിട്ടിയാൽ ഷൂട്ട് ചെയ്യാം, ഇത്രയേ ഉള്ളൂ റിസർച്ച്. പക്ഷേ ലക്ഷ്മി ദീപ്ത പറയുന്നു, റിസർച്ച് ചെയ്താണ് ഞങ്ങൾ ഈ ചാനൽ തുടങ്ങിയത്. ദുബായിലാണ് കമ്പനി സ്റ്റാർട്ട് ചെയ്യാനിരുന്നത്. ദുബായ് ലൈസൻസ് എടുത്താൽ ഇവിടെ വന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാണ് കേരളത്തിൽ തന്നെ ലൈസൻസ് എടുത്തത്. യസ്മ എൻ്റെ കമ്പനിയാണ്, മാനേജിങ് ഡയറക്ടറാണ് ഞാൻ. 5-8 സിനിമകളിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അസിസ്റ്റൻ്റ് ഡയറക്ടറായിരുന്നു, സ്റ്റിൽ ഫോട്ടോഗ്രാഫറായിരുന്നു. രാഷ്ട്രീയത്തിൽ കുറേ കാലം പ്രവർത്തിച്ചു. ഇഷ്യൂ വരും, കൈകാര്യം ചെയ്യണം, റിസ്ക് എടുക്കണം എന്നൊക്കെ എനിക്കറിയാമായിരുന്നു. അതായത് പോടി പുല്ലേ, നീ കേസ് കൊടുത്താൽ എനിക്ക് പുല്ലേ മാത്രമെന്നാണ് ഇതിൻ്റെ അർത്ഥം. ലക്ഷ്മി ദീപ്ത പറയുകയാണ്, ഇഷ്യൂ വരുമെന്ന് എനിക്കറിയാം, കൈകാര്യം ചെയ്യേണ്ടി വരുമെന്ന് എനിക്കറിയാം, റിസ്ക് എടുക്കണമെന്നും എനിക്കറിയാം. ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതിലേക്ക് ഇറങ്ങി പുറപ്പെട്ടത്. അല്ലാതെ ഞാൻ അവൾ പറയും പോലെ പൊട്ടത്തരമൊന്നും ഞാൻ പറയില്ല. എഗ്രിമെൻറ്റിൽ സെക്സ്, ന്യൂഡിറ്റി എന്നൊന്നും എഴുതാൻ പറ്റില്ല, അതുകൊണ്ട് എഴുതിയിട്ടില്ല. ക്യാമറ ഓൺ ചെയ്ത് മാതൃഭാഷയിൽ പറഞ്ഞു കൊടുക്കും, ഇത്രേ ഉള്ളൂ. കട, ഇരി, പിടി, വലി, ഇതൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കും. അപ്പോൾ എനിക്ക് ഇതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ഷൂട്ടിങ്ങിനിടയിൽ ഇവർ സംവിധായക നിർദ്ദേശം കൊടുക്കുന്നു, ഏതോ ഒരു പുരുഷ ശബ്ദമുണ്ട്, ആ വിഷ്വലും എനിക്ക് വന്നേക്കണം. അതെങ്ങനെ വന്നു എന്ന് എനിക്ക് മനസ്സിലാവില്ല. കാരണം ഇവരെന്തായാലും പുറത്തു വിടുമെന്ന് എനിക്ക് സംശയമാണ്. ഷൂട്ടിങ്ങിൻ്റെ ഫുട്ടേജും ആരോ എനിക്കെടുത്ത് അയച്ചു തന്നിരിക്കുന്നു. ഞാൻ ഇത് നോക്കുമ്പോൾ സംവിധായക പറഞ്ഞു കൊടുക്കുന്നു വളരെ കൂളായിട്ട്, അങ്ങനെ പോരാ, ആ കൈ അവിടെ വയ്ക്കൂ, എന്നിട്ട് ഇങ്ങനെ ചെയ്യൂ, അങ്ങോട്ട് തിരിയൂ, മുഖത്തെ എക്സ്പ്രഷൻ പോരാ, ഉമ്മ ഒന്ന് നന്നായിട്ട് വയ്ക്കൂ, കിസ് പോരാ, അങ്ങനെ പോരാ, അങ്ങനെയല്ല കിസ് ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. അതുപോലെ ചെയ്യുന്നു. അപ്പോൾ അതെങ്ങനെ ആ റഷ് എടുത്ത് എനിക്ക് അയച്ചു എന്ന് എനിക്കറിയില്ല. എന്തായാലും അതും ഞാൻ കണ്ട, എൻ്റെ ഗതികേടാലോചിച്ച് നോക്കണം, അതും കണ്ടു ഞാൻ. പ്രീ പ്ലാൻഡായി ചിത്രീകരിച്ചു. വർത്തമാനം പോലെ വീഡിയോ യൂട്യൂബിൽ പബ്ലിഷ് ചെയ്തു. വർത്തമാനം പറയുന്നത് വരെ യൂട്യൂബിൽ പബ്ലിഷ് ചെയ്തു എന്നാണ് ഖദീജയുടെ പരാതി. കോ പ്രൊഡ്യൂസേഴ്സായി 7 പേരുണ്ട്. അവർ ലാഭത്തിനായി തന്നെയാണ് വന്നിരിക്കുന്നത്. വിദ്യാഭ്യാസമില്ല ഈ നടിക്കെന്ന് എനിക്കറിയില്ലായിരുന്നു. OTT എന്താണെന്ന് അറിയില്ല എന്ന് ഇപ്പം നടി പറയുന്നു, അതും എനിക്കറിയില്ലായിരുന്നു. ഭർത്താവും കുട്ടിയുമായാണ് അഭിനയിക്കാൻ വന്നത്. നാട്ടിൽ നിൽക്കാതെ പറ്റാത്തത് കൊണ്ടാണ് വന്നത് എന്നാണ് പറഞ്ഞത്. ഇങ്ങനെ അഭിനയിച്ചാൽ തിരക്കേറും, ഹിറ്റാകും, സെലിബ്രിറ്റി ആകും, പിന്നെ
ഒരു ധൈര്യമാണല്ലോ ജീവിക്കാൻ എന്ന് പറഞ്ഞാണ് ഇത്തരം വർക്കുകൾ ചെയ്യാൻ എനിക്ക് ഇഷ്ടമാണെന്ന് അവർ പറഞ്ഞത്.